എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോളേജിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഇന്ന് കോളേജിലെ വീഡിയോ ആയിരിക്കും, ഫുള്ള് കോളേജിലെ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി മുടി കെട്ടണം, സാരി ഉടുക്കണം, സാരിയാണ് ഉടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കോളേജിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പം അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബസ്സിൽ പോണില്ല, കാരണം ബസ്സിൽ തിരക്ക് പിടിച്ച് സാരിയൊക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ സാരി അപ്പം തന്നെ ഫുൾ പോകും എന്നറിയാം. അതുകൊണ്ട് മെട്രോയിൽ കയറിയിട്ടാണ് പോകുന്നത്. പിന്നെ ഉടുത്തത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, യൂട്യൂബൊക്കെ നോക്കി ഉടുത്തതാണ്. അല്ലാണ്ട് എനിക്ക് ഉടുക്കാൻ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കോളേജിലോട്ടേക്ക് പോയി. കോളേജിലോട്ടേക്ക് പോയപ്പോൾ കോളേജിൽ നിന്ന് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഫുള്ളൊരു ഓണം വൈബാക്കി വെച്ചേക്കാണ്. ഇവിടെ അടിയിൽ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ മേളിലോട്ടേക്ക് ക്ലാസ്സിലോട്ടേക്ക് വന്നു. ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഒരു ഇതിൽ സാരിയും മുണ്ടും ഒക്കെ ഉടുത്ത് നല്ല ഭംഗിയായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഓണത്തിന് വേണ്ട മെയിൻ ചില കാര്യങ്ങളിലൊരു കാര്യമാണ് ഈ അത്തപ്പൂ ഇടൽ. അപ്പം കഴിഞ്ഞ വർഷം ഞങ്ങളായിരുന്നു അത്തപ്പൂ ഇട്ടത്. ഈ പ്രാവശ്യം ഞങ്ങളുടെ ജൂനിയേഴ്സാണ് അത്തപ്പൂ ഇട്ടത്. അവർ നന്നായിട്ട് അത്തപ്പൂ ഒക്കെ ഇട്ടു. എന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രോഗ്രാംസ് തുടങ്ങാൻ ടൈമായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിലെത്തി. എന്നിട്ട് ഓരോ പരിപാടികളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മുടെ സീനിയേഴ്സിന്റെ വക തിരുവാതിരക്കളിയായിരുന്നു. ബോയ്സും പിന്നെ സീനിയേഴ്സിൽ ആകെ 2 ഗേൾസേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും കൂടെ തിരുവാതിരയൊക്കെ കളിച്ചു. എന്നിട്ട് ഗെയിംസ് സെക്ഷൻ തുടങ്ങി. സുന്ദരന് പൊട്ടുതൊടലായിരുന്നു ഫസ്റ്റത്തെ ഗെയിം. ഇത് നമ്മുടെ സീനിയറിന്റെ തന്നെ ഒരു ഫോട്ടോ ആണ്. അപ്പൊ അതിൽ പൊട്ടൊക്കെ തൊട്ടു. പിന്നെ മലയാളി മങ്കൻ അല്ല പുരുഷ കേസരിന്റെ റാം വാക്കൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ചേർന്നിട്ട് എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ചെറിയൊരു ഓണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനിയേഴ്സിന്റെ വക അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ഓണത്തിന് ഓണസദ്യ ഇല്ലാണ്ട് എന്തോണമല്ല. അപ്പോൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ താഴെ വന്നു. എന്നിട്ട് ഓരോ കറികളായിട്ട് വന്നു. പിന്നെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് അവരുടെ ഒപ്പം കൂടെ ചേർന്നിട്ട് ഒരുമിച്ചാണ് ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഓരോ കറികളായിട്ട് വന്നു. പിന്നെ അത് മാത്രമല്ല, വയനാട്ടിലോട്ടേക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ഫണ്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഫണ്ടൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ഓണമായിരുന്നു. ഓണസദ്യയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചപ്പോഴത്തേനും വയറ് നിറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് പിന്നെ കസേരക്കളിയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചർമാരുടെ വക സ്പെഷ്യലായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് അവരുടെ കഴിവൊക്കെ പുറത്തെടുത്ത് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സിലെ ഗേൾസ് ഞങ്ങളുടെ എല്ലാവരും കൂടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് സ്പൂൺ റേസ് ആയിരുന്നു. ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും എല്ലാ ഗെയിംസും ഇവിടെ നടത്തി. പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ്, അതായത് സെക്കൻഡ് ഇയേഴ്സിലെ ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് എല്ലാവരും കൂടെ ഒരു അടിപൊളി വെറൈറ്റി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അടിയിൽ വന്നിട്ട് ഇവിടെ കലാശക്കൊട്ടായിരുന്നു. പിന്നെ കലാശക്കൊട്ടിൻ്റെ കാര്യം പറയാനൊന്നുമില്ല, അത് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. അങ്ങനെ കലാശക്കൊട്ടോടെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ പരിപാടി ഇഷ്ടപ്പെട്ടതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. പരിപാടി ഇഷ്ടപ്പെട്ട ആര്യന് പരിപാടി ഇഷ്ടപ്പെട്ട ആര്യൻ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കോളേജിലെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ഞാൻ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണ്, കഴിഞ്ഞോ എന്നൊക്കെ കമന്റിൽ കൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നൊക്കെ പറയുക. പിന്നെ എല്ലാവരും ഒന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ആൻഡ് പുതിയതായ ഒരു വീഡിയോ ഇട്ട് വന്നവരെ ടാറ്റാ.